ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് MSCയുടെ തന്നെ ഒരു വലിയൊരു മദർഷിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. MSC അന്ന എന്നാണ് ആ കപ്പലിൻ്റെ പേര്. ഇപ്പോൾ കപ്പൽ കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ഭാഗം ഇവിടെ ഷിപ്പ്, അതായത് കേരള തീരത്തിൻ്റെ അടുത്തുകൂടി ഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഷിപ്പ് ഇപ്പോൾ കേരള തീരത്തെത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. പക്ഷേ ചെറിയൊരു മാറ്റം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഷിപ്പ് വിഴിഞ്ഞത്ത് വരില്ലയോ, ഷിപ്പിൻ്റെ ആ ഡെസ്റ്റിനേഷൻ ചേഞ്ച് ആയോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം. ഷിപ്പിൻ്റെ ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ വിഴിഞ്ഞം തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം, ഇതിൻ്റെ സ്പീഡ് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലേക്കൽ 12, 13, 14 നോട്ടിക്കൽ മൈൽ സ്പീഡിലായിരുന്നു ഷിപ്പെങ്കിൽ ഇപ്പോൾ ഷിപ്പിൻ്റെ സ്പീഡ് 7 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ ETA 26/9/2024 6 AM ആയിട്ട് കൂടിയിരിക്കുന്നു. അതായത് 25, ഇന്നലെ ഞാൻ അപ്ഡേഷൻ തരുമ്പോൾ 25/9/2024 ആണെങ്കിൽ ഇപ്പോൾ അത് മാറ്റം വന്നിരിക്കുന്നു. 26/9/2024 6 AM ആയിട്ട് ചേഞ്ച് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് എല്ലാം കറക്റ്റ് തന്നെയാണ്, 14.7 മീറ്റർ തന്നെയാണ്. ഞാനത് ഇൻഫോം റിസീവ് ചെയ്യുന്നത് 24/9/2024 6:19 PM ഞാൻ ഈ ഇൻഫോം റിസീവ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കം മുതലേ പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന എല്ലാ ഷിപ്പുകളെയും നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആ ഷിപ്പിൻ്റെ ഇപ്പം നിലവിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ ടൈമോ ഇതിൻ്റെ ദിവസവും മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഡെസ്റ്റിനേഷൻ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ഡേഷൻ നൽകുന്നതായിരിക്കും. അത് പ്രകാരമാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തപ്പോൾ തന്നെ ഉടൻ തന്നെ MSC അന്ന, അതൊരു ചെറിയ ഷിപ്പല്ല, ഒരു മദർ ഷിപ്പ് തന്നെയാണ്. ആ മദർ ഷിപ്പിൻ്റെ ഡേറ്റ് ചേഞ്ച് ആയപ്പോൾ തന്നെയാണ് അപ്ഡേഷൻ തരുന്നത്. അത് പ്രകാരം നമുക്കിനി അടുത്ത് വിഴിഞ്ഞത്തേക്ക് വരാൻ പോകുന്ന ഷിപ്പുകൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഷിപ്പ് MSC പലേർമോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത് സിംഗപ്പൂർ പോർട്ടിൽ നിന്നാണ്. ഞാൻ ഇന്നലെ തന്നെ അപ്ഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസ് നമുക്ക് ഷിപ്പിൻ്റെ നോക്കാം. ഷിപ്പ് ഇപ്പോൾ നിലവിലുള്ളത് ബേ ഓഫ് ബംഗാൾ സീയിലാണ്. നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ നമ്മൾ ഈ കണ്ട സിംഗപ്പൂർ, മലേഷ്യ, മലാക്ക കടലുകൾക്ക് പിന്നിട്ട് ആൻഡമാൻ സീയിലെത്തിയ നമ്മുടെ MSC പലേർമോ ഇപ്പോൾ നിലവിലുള്ളത് ബേ ഓഫ് ബംഗാളിലാണ്. നമുക്കിനി ബേ ഓഫ് ബംഗാൾ സീയിലാണ്. ഇനി നമുക്ക് അടുത്ത് MSC പലേർമോയുടെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്പീഡ് 12 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ കോഡാണ് കാണിക്കുന്നത്, നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ കോഡായ INNYY, അതായത് ഇന്ത്യയുടെ IN-ഉം നെയ്യാറ്റിങ്കരയുടെ NYയും ചേർത്ത് കോഡ് ഉൾപ്പെടെയാണ് ഷിപ്പ് വരുന്നത്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ കോഡ് ഉൾപ്പെടെയാണ് വരുന്നത്. പക്ഷേ ഒരു ചേഞ്ച് ഉള്ളത്, എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 28/9/2024 8 AM ആയി മാറിയിരിക്കുന്നു. ഇന്നലെ ഈ ഷിപ്പിൻ്റെ അപ്ഡേഷൻ 27/9/2024 ആയിരുന്നു. കാണാത്തവർ ദയവായി ആ വീഡിയോ ഒന്ന് കണ്ട്, സ്ഥിരം നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും വളരെ വ്യക്തമായിട്ട് വീഡിയോ കണ്ടവർക്ക് എക്സ്പെക്റ്റിംഗ് ടൈം ഇപ്പോൾ ചേഞ്ച് ആയിരിക്കുന്നു. ഡ്രാഫ്റ്റ് സെയിം തന്നെയാണ്, 13.9 മീറ്റർ ആണെങ്കിൽ നിലവിൽ എക്സ്പെക്റ്റിംഗ് ടൈം ETA മാറിയിരിക്കുന്നു. 28/9/2024 8 AM ആയിട്ട് ചേഞ്ച് ആയിരിക്കുന്നു. അതായത് നമ്മൾ ഈ കണ്ട MSCയുടെ അന്നയുടെയും നിലവിൽ എക്സ്പെക്റ്റിംഗ് ടൈം മാറിയിരിക്കുന്നു. അത് കഴിഞ്ഞാൽ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന MSC പലേർമോ എന്ന് പറയുന്ന ഒരു മദർ ഷിപ്പ് തന്നെ, 2 ഷിപ്പിൻ്റെയും ചാർട്ടിൽ ടൈം ചേഞ്ച് ആയിരിക്കുന്നു. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 24/9/2024 6:05 PM ഞാൻ 2 ഇൻഫോയും റിസീവ് ചെയ്യുന്നത്. ഇതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് നേരിട്ട് വരുന്ന ഷിപ്പുകൾ. ഇനി ഒരു ഷിപ്പുണ്ട്, നമ്മുടെ MSC പോളോ 2 എന്ന് പറയുന്ന ഷിപ്പ് നിലവിൽ നിലവിൽ കൊളംബോ പോർട്ടിൽ പോയിട്ടാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. നേരിട്ട് വരുന്ന 2 മദർ ഷിപ്പുകളും ഇത് രണ്ടും തന്നെയാണ്. MSC അന്നയും MSC പലേർമോയും നേരിട്ട് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന ഷിപ്പാണ്. ഈ രണ്ടിൻ്റെയും ടൈം അല്ലെങ്കിൽ പോർട്ടിനകത്തോട്ട് കയറുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ 12 മണിക്കൂറാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ആ ചേഞ്ചാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇനി വിഴിഞ്ഞം പോർട്ടിലേക്ക് നമ്മൾ എല്ലാ ഷിപ്പും വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്ന എല്ലാ ഷിപ്പും ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനലിൽ തന്നെ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.